ഋതുമോളും രാജുവും വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ശ്രീലക്ഷ്മിയും രാധമ്മയും തമ്മിലുള്ള വഴക്ക് ഞാൻ സോൾവ് ചെയ്തിരിക്കും, അതുറപ്പ്. മാഡം, അവര് കാശ് തരാന്ന് പറഞ്ഞ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഉപകാരം വലിയ പുലിവാലായിരിക്കും, അതുറപ്പാ. ഒരു പുലിവാലും വരില്ല. ആ 15 മേടിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് സെറ്റിൽഡ് ആവാം. എടി പ്രിയേ, ആവശ്യത്തിലേറെ കാശ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലോ. കാശ് കുറെ കൂടി വന്നാ നിങ്ങൾക്ക് എന്താ തലകറക്കം വരൂ? കിട്ടുന്ന കാശ് കളയേണ്ട മനുഷ്യ. അത് കൊലച്ചോറായിരിക്കും പ്രിയേ. അതൊക്കെ നിങ്ങളെ തോന്നല. അംബികയായിട്ടുള്ള ആ ഡീൽ അങ്ങ് ഉറപ്പിക്ക്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പറ്റണം. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോണം. അറിയാലോ എന്നെ, ദേവി കടാക്ഷിക്കുമ്പോ 2 കൈ നീട്ടി അങ്ങ് വാങ്ങണം, മനസ്സിലായോ? എടുക്കാനുള്ളതെല്ലാം എടുത്തില്ലേ മക്കളെ? എടുത്തിരാതമേ. ഒത്തിരി ദൂരം യാത്ര ചെയ്യാനുള്ള വണ്ടി പതുക്കെ പോയാ മതി. ശരിയാ. യോ, കൊടും കാട്ടിലേക്കാ നിങ്ങൾ പോണത്. സന്ധ്യയ്ക്കും വെളുപ്പിനും പുറത്തിറങ്ങുന്നത് സൂക്ഷിക്കണം. യോ, രാത്രിയിൽ ഒട്ടും ഇറങ്ങരുത്. ശരിയല്ലേ? കാട്ടുമൃഗങ്ങളാണെങ്കിൽ വിശന്നിട്ട് ഭ്രാന്തി പിടിച്ച് നടക്കുക. മ്ലാവുകളും മാനികളും ഒന്നും കടുവയ്ക്കും പുലിക്കും പിടികൊടുക്കുന്നില്ല. ഓ, കടുവ വർഗമേ വലിയ സങ്കടത്തില. എന്നാ നിങ്ങളെ കാട്ടിലേക്ക് ചെന്ന് കടുവ സമുദായത്തിന്റെ സങ്കടങ്ങൾ തീർത്തു കൊടുക്ക്. അത് കലക്കി. മോളെ ഋതികേ, എന്താ വല്യമ്മേ? അവിടെ നല്ല കാട്ടുതേം വിലക്ക് കിട്ടും. പോരുമ്പോഴേ 2 കുപ്പി ചെറുതേം വാങ്ങിച്ചോണ്ട് വരണം. വല്യമ്മയ്ക്ക് കുബൂസ് തേനിൽ മുക്കി കഴിച്ചു നോക്കാനാ. വാങ്ങിച്ചിട്ട് വരാം. കാട്ടുപോത്തിന്റെ ഇറച്ചിയൊന്നും വേണോന്ന് പറഞ്ഞേക്കല്ലേ. വന്യമൃഗങ്ങൾക്കെതിരെ ഏതെങ്കിലും വാക്ക് പറഞ്ഞാല് ഇപ്പൊ അകത്താവും. അല്ല, എന്നാ ഇനി താമസിപ്പിക്കണ്ട, പോവാൻ നോക്ക്. നേരെ ഒരുപാടായി. ഇവന്റെയും ഇവളുടെയും അന്ത്യയാത്രയാണിതെന്ന് ഇവർക്കാർക്കും അറിയില്ലല്ലോ. രാധമേ, ഒന്ന് വന്നേ. എന്താ പോലെ? ആ അംബിക അറിയാലോ രാധമ്മയ്ക്ക്, സൂക്ഷിച്ചോണം. മഹാ പോയ്സൺ അവര്. ഞാൻ സൂക്ഷിച്ചോളാം മോളെ. താണ്ട മോളെ, രാധമ്മയോട് പറഞ്ഞത് എന്താണെന്ന് വല്യമ്മയ്ക്ക് മനസ്സിലായി. അംബികയുടെ കാര്യല്ലേ. അവളെ ഇവിടെ ചിണിക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. വന്നു. രാധമ്മേ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ. സന്തോഷത്തോടെ പോയിട്ട് വരാം രണ്ടുപേരും. രാജു. ശരി മോളെ. രാധമേ, അവള് രാധമ്മയോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായി, എന്നെ സൂക്ഷിക്കണോന്ന്. അയ്യോ മാഡം, അവളെ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. അവള് പറഞ്ഞത് ശരി തന്നെയാ. ഞാനേ ഒരു കുഴപ്പക്കാരിയായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ ആളാകെ മാറിപ്പോയി രാധമ്മേ. ഇനി നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം. അതാ എന്റെ ആശ. വളരെ സന്തോഷം മാഡം. ഞാനേ ചില കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരുക്കത്തിലാ. ഒരു അനാഥാലയം തുടങ്ങണം. പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ശ്രീലക്ഷ്മിയും
നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാൻ രാധമ്മേ. മകളുടെ പേരില് രാധമ്മ വല്ലാതെ നീറുന്നുണ്ട്. ആ രുക്മിണി എന്നെയും മോളെയും തമ്മിലും അറിയാൻ രാധമ്മേ. ആ രുക്മിണി ഒരു പിശാച. അവര് മനുഷ്യ സ്ത്രീയൊന്നും അല്ല. ഋതുമോളും രാജുവും വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ശ്രീലക്ഷ്മിയും രാധമ്മയും തമ്മിലുള്ള വഴക്ക് ഞാൻ സോൾവ് ചെയ്തിരിക്കും, അതുറപ്പ്. മാഡം കോലോത്ത തമ്പുരാട്ടിയായ എന്നെ ഈ അലവലാതി കെട്ടിപ്പിടിക്കുന്നു. ഈ ബംഗ്ലാവിന്റെ ഒരു ഭൂമിശാസ്ത്രം അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ടാ എല്ലാം ഒന്ന് കറങ്ങി നടന്ന് കാണണമെന്ന് പറഞ്ഞത്. എങ്ങനെയാ ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത് അത് പറഞ്ഞില്ലല്ലോ. ഞാൻ എന്റെ ഐഡിയകളിൽ ചിലത് പറയാം. പ്രാക്ടിക്കലാക്കാൻ ഈസിയായ മെത്തേഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നമുക്ക് ആലോചിക്കാം. സാറിന്റെ ഐഡിയ പറയൂ. 1, ബെഡിൽ വെച്ചുള്ള ഇലക്ട്രിക് ഷോക്ക്. പിന്നെ സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിൽ മാരകമായ കെമിക്കൽ ചേർത്ത് കൊല്ലാം. അത് സ്ലോ ഡെത്താ. പിന്നെ ഫുഡിൽ വിഷം ചേർത്തും കൊല്ലാം. അതത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം പോലീസ് എൻക്വയറി വന്നാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു മെത്തേഡായിരിക്കണം കില്ലിങ്ങിന് ഉപയോഗിക്കേണ്ടത്. അല്ല, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൂടി പോരട്ടെ. വാ. രാജു, ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? അങ്ങനെ തെരഞ്ഞെടുപ്പ്, ടെൻഷൻ, വഴക്ക് എല്ലാം കഴിഞ്ഞ് ഒരു റിലാക്സേഷൻ. ഓ അതെരുതു. ഈ പാരവെപ്പുകാരെ നേരിടാൻ മാത്രമേ നമുക്ക് നേരുണ്ടായിരുന്നുള്ളൂ. അതെ രാജു, പക്ഷേ നേരിട്ട പാരകളൊക്കെ നമ്മൾ ഓടിച്ചു കളഞ്ഞില്ലേ? അയ്യോ, ഒരു മഹാപാരയെ നമ്മുടെ വീട്ടിലാക്കിയിട്ടാ പോന്നെ. അവരെന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കുമെന്തോ. അംബികാപ്പാരയുടെ കാര്യമാണോ ഈ പറയുന്നത്? അതെ. അതൊന്നും പേടിക്കണ്ട. മിസ്റ്റർ വേണുഗോപാൽ അവിടെ ഉള്ളിടത്തോളം കാലം ഒരു കാര്യത്തിലും പേടിക്കണ്ട. പിന്നെ അവിടെ ഇപ്പൊ പാര മാത്രമല്ലല്ലോ, ഒരു പഴയകാല ഉലക്കയും കൂടിയുണ്ട്. അതാരാ? വേറാര്? അളിയന്റെ അമ്മ ശ്രീമതി കൊച്ചമ്മിണി. അയ്യോ രാജു, നമ്മൾ അമ്മയെ വിളിച്ചു പറഞ്ഞില്ല. ആ, എന്നാ വേഗം വിളിച്ചു പറ. എല്ലാം അവസാനിപ്പിച്ചതായിരുന്നു. പക്ഷേ പിന്നെ മനസ്സിലേക്ക് കയറി വരികയാണല്ലോ പ്രതാപേട്ടൻ.